ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ആലു പൊറോട്ടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ സ്റ്റഫ് ചെയ്തിട്ടല്ല ഉണ്ടാക്കുന്നത്, അതേപോലെ തന്നെ പൊട്ടറ്റോ നമ്മൾ വഴറ്റിയിട്ടുമല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി വേവിച്ച ശേഷം സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ പൊട്ടറ്റോ വേവിച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്, ഇഞ്ചി പച്ചമുളക് കട്ട് ചെയ്തത്. ഇവിടെ 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വളരെ ചെറുതായി കട്ട് ചെയ്ത് വയ്ക്കണം. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ അയമോദകം അജ്വൈൻ സീഡ്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതിലേക്ക് ഞാൻ 2 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ ഇത് നമുക്ക് എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കാരണം ഇത് സ്റ്റഫ് ചെയ്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പോവാനൊന്നുള്ള ചാൻസസ് ഇല്ല. ആദ്യം ഒരു പാത്രം എടുത്ത ശേഷം അതിലേക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ നന്നായി കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുമ്പോൾ നന്നായി വരും. അതിനുശേഷം അതിലേക്ക് എടുത്തു വെച്ച പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് മല്ലിയിലയും കൂടെ ഇട്ടതിന് ശേഷം നന്നായി കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോഴും നന്നായി കട്ടയില്ലാതെ വേണം കുഴച്ചെടുക്കാൻ. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത ശേഷം വീണ്ടും ഇത് നന്നായി കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ പൊട്ടറ്റോ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി കുറച്ചായി ഇട്ട ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഏകദേശം 1.5 കപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചായി വെള്ളം ഒഴിച്ചതിന് ശേഷം കുഴച്ചെടുക്കാം. ഇപ്പോൾ കുഴച്ചെടുത്തത് പൊട്ടറ്റോയും ഗോതമ്പ് മാവും മാത്രമാണ്. പൊട്ടറ്റോയിലുള്ള വെള്ളമാണ് ഇപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി കുഴച്ചെടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചൂടുവെള്ളം എടുത്തിട്ടുള്ളത്. ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന അതേപോലെ തന്നെ നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ മാവ് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ചൂടുവെള്ളം ഉപയോഗിച്ചത് കൊണ്ടാണ് നമുക്ക് മാവ് ഇത്ര സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കിയതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. 1.5 കപ്പ് മാവിൽ നിന്ന് 9 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. അത് അടച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഡ്രൈ ആയി പോവും. ഓരോ ബോൾ എടുത്തതിന് ശേഷം മാവിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വേണം പരത്തിയെടുക്കാൻ. ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന അതേപോലെ തന്നെ പരത്തിയെടുക്കാം. സ്റ്റഫിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യത്തെ ആലു ചപ്പാത്തി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അതിനുശേഷം ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ എല്ലാ ആലു പൊറോട്ടയും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ആലു പൊറോട്ട ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിലേക്ക് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് തേച്ച് കൊടുക്കുന്നത്. അതിനുശേഷം മറ്റേ സൈഡ് ഒരു 30 സെക്കൻഡ് ആയതിനു ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൽ ഓയിൽ അല്ലെങ്കിൽ ബട്ടറോ തേച്ച് കൊടുക്കണം. ഇങ്ങനെ 2 സൈഡ് നന്നായി ആയതിനു ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ എല്ലാ ആലു പൊറോട്ടയും ഇതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്റ്റഫിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.